ഹലോ ഗൈസ്, ഈ ലിപ്സ്റ്റിക്ക് കണ്ടുപിടിച്ചപ്പോൾ തൊട്ടുള്ള ഒരു ആചാരമാണ് ഇതുപോലെ ലിപ്സ്റ്റിക്ക് അങ്ങ് തൂത്തിട്ട് ഈ ചുണ്ടും തമ്മിൽ ലിപ്സ്റ്റിക്ക് സ്പ്രെഡ് ആവാൻ വേണ്ടി ഇതുപോലെ അങ്ങ് കൂട്ടിമുട്ടിക്കണമെന്ന്. ഇനി നമ്മളായിട്ട് ആ ആചാരത്തിനൊരു മാറ്റമൊന്നും വരുത്തണ്ട, ദേ അതുപോലെ തന്നെ അങ്ങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എങ്ങോട്ടേക്കാണ് ഇന്നത്തെ യാത്ര എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ദേ കുഞ്ഞിപ്പെണ്ണ് ഒരുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞിനൊരു വാക്സിൻ എടുക്കാൻ വേണ്ടി പോവുകയാണേ. 1.5 മാസം 2.5 മാസം 3.5 മാസത്തിലൊക്കെ ഇങ്ങനെ കുറേ കയ്യിലും കാലിലൊക്കെ കുറേ വാക്സിൻ എടുക്കുന്നതാണല്ലോ. അതിൽ 3.5 മാസത്തിലെ റോട്ടാ വാക്സിനും IPV അന്ന് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് അതെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽത്തിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി പോവുകയാണേ. പൊന്നൂസ് ആണെങ്കിൽ വാക്സിൻ എടുക്കാൻ വേണ്ടി PHSൽ പോകാലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുക. പക്ഷേ അവക്കറിയില്ലല്ലോ അവളെ അംഗൻവാടിയിലാക്കിയിട്ടാണ് പോകുന്നതെന്ന്. ഇനി ഞാനും കുഞ്ഞാവയും ഹെൽത്ത് സെൻ്ററിലേക്കും പൊന്നൂസ് അംഗൻവാടിയിലേക്കുമാണേ. ഞങ്ങളുടെ കൂടെ വരാൻ പറ്റാതെ അംഗൻവാടിയിലാക്കിയത് കൊണ്ട് ഇന്ന് ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, പെട്ടെന്ന് അതങ്ങ് മാറി. ബസ്സിന് പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചു കേട്ടോ. ബസ്സിന് ഇങ്ങനെ 1-2 ബസ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറി അതൊക്കെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഞാനിതേ ഒരു ഓട്ടോയ്ക്ക് അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഓട്ടോയ്ക്കാണേലും ബസ്സിനാണേലും കുഞ്ഞിപ്പെണ്ണിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് കാഴ്ച കണ്ടിരുന്നോളൂ കേട്ടോ. നേരത്തെ തന്നെ PHSൽ എത്തിയതുകൊണ്ട് അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ. 10 മണിയൊക്കെ ആയതല്ലേ ഉള്ളൂ സമയം. ഓരോരുത്തർ പിള്ളേരെയും കൊണ്ട് വാക്സിൻ എടുക്കാനൊക്കെ ഇങ്ങനെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളേ. ഇത് വാക്സിൻ എടുത്തതിന് ശേഷമുള്ള ഒരു വീഡിയോയാണേ. അന്നേരം ചെറിയ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അതങ്ങ് മാറിയേ. പിന്നെ IPV ഇഞ്ചക്ഷൻ പനി പിടിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയൊരാശ്വാസം ഉണ്ട് കേട്ടോ. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലോ. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് അക്ഷയ സെന്ററിലേക്കാണേ. കുഞ്ഞിപ്പെണ്ണിന് പേരിട്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൽ പേര് ആഡ് ചെയ്യാൻ വേണ്ടി പോയതാണേ. അങ്ങനെ ഒഫീഷ്യലി ഹെസ മരിയ എന്നുള്ള പേര് കുഞ്ഞിപ്പെണ്ണിന് ആഡ് ചെയ്തേ. നല്ല ചൂടും ഉണ്ടായിരുന്നു, ദാഹം ഉണ്ടായിരുന്നു, വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഒരു കൂൾബാറിൽ കയറിയില്ല, വണ്ടിയിൽ തന്നെ ഇരുന്നു. ഒരു ലൈം ജ്യൂസും വാങ്ങി. പിന്നെ നല്ല ചൂട് പഴംപൊരി മേടിച്ചു കേട്ടോ. ചൂട് പഴംപൊരിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ദേ പല്ല് വരെ വെന്ത് പോയിട്ടുണ്ടേ. അത്രയ്ക്കും ചൂടായിരുന്നു കേട്ടോ. പാവം കുഞ്ഞാണെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കി ഇതേ ആ സീറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പൊതിക്കകത്ത് പൊന്നൂസിന് മേടിച്ച ഒരു ടിൻ പോപ്കോൺ ആയിരുന്നു കേട്ടോ. ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ടിന്നിൻ്റെ അകത്താക്കി കിട്ടുന്ന പോപ്കോൺ ഇല്ലേ, അതായിരുന്നേ. ഇത് വാക്സിൻ എടുത്തുകൊണ്ട് പനിക്കത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ എന്നാൽ കുളിപ്പിച്ചെടുക്കാന്ന് വിചാരിച്ചേ. എണ്ണയൊക്കെ തേച്ച് കുറച്ച് സമയം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചെടുത്തു കേട്ടോ. ബൈ ചാൻസ് ഇനി വല്ല പനിയെങ്ങാനും വന്നാൽ അത് കൊടുക്കാനുള്ള പാരസെറ്റമോൾ സിറപ്പൊക്കെ തന്നു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പോയ വഴിക്ക് ഉറങ്ങാത്തത് കൊണ്ട് കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞ് തന്നെ അവള് പെട്ടെന്ന് ഉറങ്ങിയേ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പെട്ടെന്ന് ഇനി പണിയൊക്കെ തീർക്കാനുള്ള പരിപാടിയിലാട്ടോ. ഇന്നലെ വാങ്ങിയ ചീരയായിരുന്നു കേട്ടോ. ഇന്നലെ കറി വെക്കാൻ പറ്റിയില്ല. ഇന്ന് ഇവനെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി കുനാന്ന് അരിഞ്ഞെടുക്കാവേ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ ചീരക്കുട്ടന്മാരെയെല്ലാം ഇതാ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ 2-3 പച്ചമുളകും ഒരു സവോളയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങ കൂടി ചേർക്കണം. നേരത്തെ പൊതിച്ച് വെച്ച ഒരു തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒറ്റ വെട്ടം കൊടുത്ത് അവനെ അങ്ങ് പൊട്ടിച്ചെടുത്തു കേട്ടോ. നല്ല പച്ച തേങ്ങയായിരുന്നേ. അതുകൊണ്ട് നല്ല മധുരമുള്ള വെള്ളമായിരുന്നു കേട്ടോ. ചിരവെടുത്ത തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൈകൊണ്ട് ഇതുപോലെ അങ്ങ് നല്ലപോലെ ഞെരടി എടുക്കുക കേട്ടോ. തേങ്ങ ഒതുക്കാനുള്ള മടി കൊണ്ടാണ്. പിന്നെ മിക്സി പ്രവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് എണീക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അരിഞ്ഞു വെച്ച ചീരയിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് അടുപ്പത്ത് വെച്ചിട്ടല്ല കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതൊരു പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചത് എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി സാധാരണ പോലെ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പ് ഞാൻ ഇതാ കുറച്ച് 2-3 വെളുത്തുള്ളി അല്ലി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വെളുത്തുള്ളിയുടെ ആ സ്മെല്ലായി എണ്ണയിലേക്ക് സ്പ്രെഡ് ചെയ്ത് ആ കറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഒന്നിളക്കി മൂടി വെച്ച് ആവി കയറി കഴിയുമ്പോഴത്തേക്കും ചീരത്തോരൻ റെഡി ആയിട്ടുണ്ടാവേ. ഇത് രാവിലെ ക്ലീൻ ചെയ്ത് പൊടികളെല്ലാം ചേർത്ത് തിരുമ്മി പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള നെയ്മീനാണ്. ഇനി ഇതൊന്ന് എത്രയും പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ചൂടായ എണ്ണയിലേക്ക് എല്ലാ മീനും കൂടെ പെട്ടെന്ന് തന്നെ അങ്ങ് പെറുക്കി വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചപ്പോഴത്തേക്കും ആവി കയറിയ ചീരത്തോരൻ എല്ലാം കൂടി വെന്ത് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ചോറ് വെച്ചിട്ടായിരുന്നു പോയത്. വന്നപ്പോൾ കറി വെക്കേണ്ട ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളേ. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചതിൽ ഞാൻ അധികം മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൊന്നൂസ് കഴിക്കണമെങ്കിൽ അധികം എരിവില്ലാതെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് പൊന്നൂസിനെയും കൂടെ പരിഗണിച്ചിട്ടാണ് കുക്കിങ്. ഇന്നലത്തെ കുറച്ച് മോരുകറിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയ കറികളൊക്കെ കൂട്ടി അങ്ങ് ഫുഡൊക്കെ കഴിച്ചേ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത് നോക്കി ഇതേ കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെയാണേ. അങ്ങനെ അവർക്കും കൊടുത്തു എൻ്റെ പങ്കിൽ നിന്ന് കുറച്ച്. ഈ കുഞ്ഞുങ്ങളെ ഇനി ആർക്കെങ്കിലും പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ വെക്കുന്ന ചോറും മീനും ഒക്കെ മനുഷ്യന്മാർക്ക് കഴിക്കാൻ കിട്ടത്തില്ല കേട്ടോ. ഇവർക്ക് തന്നെ കൊടുത്ത് തീർക്കേണ്ടി വരും. ന്യൂസ് അംഗൻവാടി വിട്ട് വന്നിട്ടുണ്ടേ. കണ്ടിട്ടൊരു കണ്ണിപൊത്തുക്കളിയൊക്കെയാന്ന് തോന്നുന്നില്ലേ? പക്ഷെ ഇതല്ല കേട്ടോ. ഞാൻ രാവിലെ ഒരു പോപ്കോൺ വാങ്ങിയിട്ടില്ലായിരുന്നോ, അത് കൊടുക്കാനുള്ള ഒരു തത്രപ്പാടിന്റെ ഭാഗമായിട്ട് കാണുന്ന ഒരു പരിപാടിയാണേ. കൈനീട്ട്, കണ്ണടച്ചിട്ട് കൈനീട്ട്. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. വെൽക്കം.
പോപ്കോൺ കിട്ടിക്കഴിഞ്ഞ് പൊന്നൂസ് പറയുന്നത് ഇത് സിനിമ കാണുമ്പോൾ തിന്നുന്നതെന്നാ പറയുന്നത്. അല്ലെങ്കിലും തിയേറ്ററിൽ പോയിരുന്ന് കഴിയുമ്പോൾ നമ്മൾ വാങ്ങുന്നത് ഈ വക സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ കൊച്ചിനെ പറഞ്ഞിട്ടും കാര്യമില്ല. എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ചായ കൂടി അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം പിന്നെ സമയം നോക്കിയല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്, സാഹചര്യവും സന്ദർഭവും ഒക്കെ നോക്കിയാണേ. ഞങ്ങളൊരു ചിയേഴ്സ് അങ്ങ് വെച്ച് ചായ കുടിച്ചു. ഇത് കണ്ടോ, ഈ ഒരു വാഴക്കൊലയുടെ വീഡിയോ ഒരാഴ്ച മുമ്പ് എടുത്തതാണേ. ഒരാഴ്ച മുമ്പേ നോക്കുമ്പോൾ അതിൽ ഇടയ്ക്കൊരു കാ കാണുന്നത് കണ്ടോ, അത് നല്ലപോലെ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നോക്കുമ്പം നല്ല കിളികളെല്ലാം കൊത്തി കൊത്തി ഒരു പടല മൊത്തം തീർത്തിട്ടുണ്ടേ. അപ്പോൾ പിന്നെ അതങ്ങ് വെട്ടി വെച്ചേക്കാന്ന് വിചാരിച്ചേ. എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു വാഴക്കൊല വെട്ടുന്നത്. അതുകൊണ്ട് വാഴക്കൊല എല്ലാം കൂടി വേറൊരു വാഴയുടെ മണ്ടയിലേക്ക് ഇടയിൽ കുടുങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ സക്സസ് ആയി വാഴക്കൊല വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അടക്കയും മാങ്ങയൊക്കെ മരത്തിന്റെ ചോട്ടിൽ നിന്ന് പെറുക്കിയെടുക്കുമെന്നത് കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആദ്യമായിട്ടായിരിക്കും വാഴയുടെ ചോട്ടിൽ നിന്ന് വാഴക്ക ഇതുപോലെ പെറുക്കിയെടുക്കുന്നത് കാണുന്നല്ലേ. ഞാൻ പറഞ്ഞില്ലേ, കൊല വെട്ടിയപ്പോൾ വേറൊരു വാഴയുടെ ഇടയിലേക്ക് കൊല കുടുങ്ങിക്കിടന്നെന്ന്. അത് വലിച്ചെടുത്തപ്പോൾ ഒരു പടല കാ ഫുൾ ഇതുപോലെ ഇരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ബാക്കി കുറച്ച് കിളികളൊക്കെ കൊത്തി തിന്നിട്ടുണ്ടായിരുന്നു. ഇത് ഏത്തക്കൊലയും ഞാലിപ്പൂവനും മറ്റേ പൂവമ്പഴവും ഒന്നും അല്ല കേട്ടോ. ഇതൊരു വെറൈറ്റി എന്തോ ഒരു ഇനം മാറിയ ഒരു വാഴക്കയാണ്. ഇത് കടയിലൊന്നും അങ്ങനെ എടുക്കത്തുമില്ല, കടയിൽ നിന്ന് മേടിക്കാനും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് എവിടുന്നോ നാട്ടിൽ നിന്നെങ്ങാണ്ട് കൊണ്ട് കുഴിച്ചു വെച്ച കേട്ടോ. നാടെന്ന് പറഞ്ഞാൽ അങ്ങ് കോട്ടയത്ത് നിന്നെങ്ങാണ്ട് കൊണ്ടുവന്ന് കുഴിച്ചു വെച്ചിരിക്കുന്ന ഒരു കായാണേ, വാഴയാണ്. അങ്ങനെ കൊല വെട്ടിക്കൊണ്ടിരുന്നപ്പം ദേ ഒരു കുഞ്ഞ് ഞങ്ങളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടേ. കുഞ്ഞെന്നൊക്കെ പറയുമ്പം കയ്യിലിരിക്കുന്നതും കുഞ്ഞ്, എടുത്തിരിക്കുന്നതും കുഞ്ഞാണേ. വലിയ കുഞ്ഞിനെ അവളുടെ വീട്ടിലും നാട്ടിലും എല്ലാം ഞങ്ങൾ കുഞ്ഞേ നാട്ടോ വിളിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് മടിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ മിറ്റവടിക്കലേ. കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും നല്ലപോലെ ഇലകളൊക്കെ മുറ്റത്ത് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും മുറ്റത്തിൻ്റെ ഒരു സൈഡ് ഭാഗം അടിച്ചിട്ടേ ഇല്ലായിരുന്നു കേട്ടോ. എങ്കിൽ പിന്നെ ഇന്ന് കുഞ്ഞിനെ എടുക്കാൻ ആളുള്ള സ്ഥിതിക്ക് അതും കൂടി ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിടാന്ന് വിചാരിച്ചേ. മുറ്റമൊക്കെ അടിച്ച് വാരിക്കൊണ്ട് കളഞ്ഞപ്പോൾ റോഡ് കൂടി ഒന്ന് അടിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ. നിറച്ചും റബ്ബറിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞിട്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. ഇനി മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ചീഞ്ഞ് കിടക്കുവേ. ഇതിനിടയ്ക്ക് വന്ദേ ഭാരത് പോയ പോലെ ഒരാൾ പോയത് കണ്ടോ. ബസ് വന്ന സമയമായിരുന്നു കേട്ടോ. സ്കൂൾ വിട്ട് പിള്ളേരൊക്കെ പോകുന്ന സമയമാണ്. അപ്പം ഞങ്ങളെ മുറ്റത്ത് കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് പൊന്നൂസിനെ കണ്ടതുകൊണ്ട് 2 പിള്ളേർ വന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയത്തില്ല, ഈ പിള്ളേർക്ക് പൊന്നൂസിനെ ഭയങ്കര ഇഷ്ടമാണ്. ബസ്സിൽ നിന്നൊക്കെ ഞങ്ങൾ കാണുമ്പോൾ ഒക്കെ ആണെങ്കിലും എപ്പോഴും നല്ല സ്നേഹമാണ്. കുറച്ച് സമയം ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരങ്ങ് പോയി കേട്ടോ. സ്കൂൾ വിട്ട് വരുന്ന വഴിയല്ലേ, ഇനി വീട്ടിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരൻസ് അവരെ കാണാതെ വിഷമിക്കത്തില്ലേ. അതുകൊണ്ട് പിള്ളേർ പെട്ടെന്ന് തന്നെ പോയേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വൈകുന്നേരം ആയപ്പം ഞാൻ പൊന്നൂസിനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു, കുഞ്ഞിനെ നേരത്തെ കുളിപ്പിച്ചല്ലോ. അങ്ങനെ ഞങ്ങൾ സുന്ദരി കുട്ടപ്പിമാരായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സി യു.